വോട്ട് കിട്ടിയ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഹിന്ദു ഭൂരിപക്ഷം അവർക്ക് വോട്ട് ചെയ്തു എന്നുള്ള നിലയിലാണ് ഇതിനെ ബി ജെ പി റീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബി ജെ പി അനുകൂലിക്കുന്നവർ അതിനെ വായിച്ചെടുക്കുന്നത്. മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്യുന്നില്ല എന്ന് തോന്നിയൊരു വിഷയമാണ്. ഇതിന് ഇത്രയും സീറ്റ് കോൺഗ്രസ് ജയിച്ചു എന്നുണ്ടെങ്കിലും അവിടെ BJP 3 സീറ്റ് അവർക്ക് കിട്ടി. അപ്പോൾ അത് എത്രത്തോളമാണ് കേരളത്തിലെ പൊളിറ്റിക്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നു നിർഭാഗ്യവശാൽ ഈ മുഖ്യമന്ത്രി പദത്തിനെ കുറിച്ചിട്ടുള്ള വിവാദങ്ങൾക്കിടയിൽ തീരെ ശ്രദ്ധ കിട്ടാതെ പോകുന്ന ഒരു വിഷയമാണത്. കാരണം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കമ്മ്യൂണൽ പോളറൈസേഷന് വഴിതെളിക്കുന്ന തരത്തിലുള്ളതാണ് BJPയുടെ ഈ 3 സീറ്റിലുള്ള വിജയം. BJPയുടെ 3 സീറ്റിലുള്ള വിജയം മാത്രമല്ല, BJPക്ക് ബാക്കി 20ഓളം സീറ്റുകളിൽ അവർക്ക് 20%-ത്തിലധികം വോട്ട് അവർ നേടിയെന്നുള്ളത്. അപ്പം നാളെ ഈ വോട്ട് രേഖപ്പെടുത്തലിനെ കുറിച്ചിട്ടുള്ള വിലയിരുത്തൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ വോട്ട് കിട്ടിയ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഹിന്ദു ഭൂരിപക്ഷം അവർക്ക് വോട്ട് ചെയ്തു എന്നുള്ള നിലയിലാണ് ഇതിനെ BJP റീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബി ജെ പി അനുകൂലിക്കുന്നവർ അതിനെ വായിച്ചെടുക്കുന്നത്. അപ്പോൾ ആ നിലയിലുള്ള ഒരു പോളറൈസേഷന് ആണ് അവർ ശ്രമിക്കുക. അപ്പോൾ ആ പോളറൈസേഷന് വേണ്ടി അവർ ഉപയോഗിക്കാൻ പോകുന്ന വാദങ്ങളെല്ലാം തന്നെ വരുന്ന ദിവസങ്ങളിൽ വളരെ വ്യക്തമായിട്ട് വരും. അതിപ്പം മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടും, അല്ലെങ്കിൽ മലബാറിൽ പൊതുവേ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വല്ലാത്തൊരു ഏകീകരണം നടന്നു എന്ന് പറയുന്ന വാദങ്ങളും, ഇതിനെ എല്ലാത്തിനെയും സമർത്ഥിക്കാനുള്ള ഒരു രീതിയിലുള്ള ഒരു വലിയ നറേറ്റീവ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ നിർഭാഗ്യവശാൽ ഈ കോൺഗ്രസിൻ്റെ അകത്തുനിന്നുള്ള ഈ മുഖ്യമന്ത്രി തർക്കങ്ങളെല്ലാം തന്നെ അത്തരം ഒരു ചർച്ചകൾക്ക് BJPക്ക് ഒരു വലിയ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന നിലയിലാണ് നിൽക്കുന്നത്. കാരണം ഒരു വലിയ ജനകീയ മാൻഡേറ്റ് എന്നുള്ള നിലയിലുള്ള ഒരു അഭിപ്രായത്തെ കോൺഗ്രസ്സിന് ക്രോഡീകരിക്കുകയും അതനുസരിച്ചിട്ട് രാഷ്ട്രീയമായി ഒരു വലിയ മുന്നേറ്റം നടത്താനുമായിട്ടുള്ളൊരു അവസരത്തിന് പകരമായിട്ട് ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ അടിയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഈ തർക്കത്തോട് കൂടിയിട്ട് അതിനുള്ള അവസരം അവർ സ്വയം നിഷേധിക്കുകയും ചെയ്യും.